ബിഗ് ബോസ് ഹൗസിൽ നേരത്തെ ഒരു എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ എല്ലാവരും ഒരുപോലെയാണ്, എല്ലാ കണ്ടസ്റ്റൻറ്റും ഒരുപോലെ തന്നെയാണ്, ആർക്കും അങ്ങനെ ഇന്ന ആൾ വലുത് അല്ലെങ്കിൽ ഇന്ന ആളോട് പക്ഷഭേദം അങ്ങനത്തെ ഒരു ഇതൊന്നും ഇവിടെ ഇല്ല എന്ന് ലാലേട്ടൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലത്തെ എപ്പിസോഡിൽ സിബിൻ ഒരു ആക്ഷൻ കാണിച്ചതിനെ തുടർന്ന് സിബിന് അതിനുള്ള ശിക്ഷ കൊടുത്തു, ഡയറക്റ്റ് നോമിനേഷനിൽ ക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പവർ ടീമിൽ നിന്നും പുറത്താക്കുകയാണ് എന്ന് പറഞ്ഞു. ശരി, സിബിൻ തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷ കൊടുത്തു, ശരി. പക്ഷേ അതുപോലെ തന്നെ തെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വായകൊണ്ട് ആണെങ്കിലും പല ഇതും പറയുന്ന ഒരാളാണ് ജാസ്മിൻ. പക്ഷേ ജാസ്മിൻ എന്തുകൊണ്ട് ബിഗ് ബോസിന് കാണാത്തതുപോലെ അഭിനയിക്കുകയാണോ എന്നൊന്നും മനസ്സിലാവണില്ല. ഇപ്പം ജാസ്മിൻ പല സമയത്തും പല വാക്കുകളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നടന്നതാണെങ്കിൽ തന്നെ ജയിലിൽ കിടക്കുമ്പോൾ ജിൻ്റെ ഫുഡ് കൊണ്ട് കൊടുക്കാൻ പോകുന്ന സമയത്ത് ജിൻ്റെ ഇടയ്ക്ക് നിൽക്കാതെ തന്നെ പുറത്തുനിന്ന് ഗബ്രീനെ ഹഗ് ചെയ്യുന്നൊരു ഇത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അത് ലാലേട്ടന് ചോദിക്കാമായിരുന്നു, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കാമായിരുന്നു. അങ്ങനെ ജാസ്മിന് മാത്രം എന്താണ് അവിടെ ഇത്ര പ്രത്യേകത? അതിൻ്റെ ഇടയ്ക്ക് ജാസ്മിൻ പറയുന്നുണ്ട്, ഇടയ്ക്ക് ജിൻഡോനോട് പറയുന്നതാണ്, ഇടയ്ക്ക് കയറി നിന്നിട്ട് പോലും കാര്യമില്ലാണ്ടായി പോയല്ലോ അളിയാന്ന്. ജാസ്മിൻ്റെ വിചാരം എന്താണ്? ജാസ്മിനെ കെട്ടിപ്പിടിക്കാൻ എങ്ങാണ്ട് ആൾക്കാർ ക്യൂ നിൽക്കുകയാണെന്നാണ്. പക്ഷേ എന്താ പറയുക, പിന്നെ അത് മാത്രമല്ല, ജിൻഡോനെ ഒരു തവണ കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് ജാസ്മിൻ വിളിച്ചിട്ടുണ്ട്. അതും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. ഇതാണെങ്കിലും മറ്റേ അഭിഷേക് ജയദീപ് മോർണിംഗ് ആക്ടിവിറ്റിയുടെ സമയത്ത് പറഞ്ഞത് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ജാസ്മിൻ പറഞ്ഞത് എപ്പിസോഡിലൊന്നും കാണിച്ചിട്ടില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ ബിഗ് ബോസ് എന്തിനാണ് ഈ ജാസ്മിനെ ഇങ്ങനെ സേവ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ജാസ്മിൻ അത്ര നല്ല പ്ലെയർ ആണെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ശരി, സമ്മതിച്ചു, ഓക്കെ. പക്ഷേ എനിക്ക് തോന്നി